നമസ്കാരം. ജ്യോതിഷതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ സർ. നമസ്കാരം സർ. നമസ്കാരം. ഒരു വ്യക്തി താങ്കളെ സമീപിക്കുമ്പോൾ താങ്കൾ ഏതെല്ലാം ജ്യോതിഷ രീതികളാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പറയുന്നത് ജ്യോതിഷ ഫലത്തിൽ പറയുന്നത് രാശിചക്രത്തിൻ്റെ ഫലം പറയും, സംഖ്യാശാസ്ത്രത്തെ കൊണ്ട് പറയാറുണ്ട്, നാമശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ്. ജനിച്ച ആ നക്ഷത്രത്തെക്കാൾ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പേരാണ്. നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം വെച്ചാൽ നാമശാസ്ത്രം എന്ന് വെച്ചാൽ നമുക്കറിയാം, ദേവന്മാരുടെ നേതാവിനെ നമ്മൾ ദേവേന്ദ്രൻ എന്ന് പറയും, അതുപോലെ നരന്മാരുടെ നേതാവിനെ നമ്മൾ നരേന്ദ്രൻ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും അവർ പോലും അറിയാതെ കിട്ടുന്നൊരു ഫലം അവർക്കുണ്ട്. കാര്യം എല്ലാത്തിലും മുതിർന്ന ഒരാൾ. നരേന്ദ്രനിൽ നരന്മാരൊരിക്കലും എതിർക്കാൻ പറ്റില്ല, നേർക്ക് നേർ എതിർക്കാൻ പറ്റില്ല. അതുപോലെ ദേവേന്ദ്രനും ദേവന്മാർ ഒരിക്കലും നേർക്ക് നേർ അവർക്ക് എതിർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാമശാസ്ത്രം നമ്മൾ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പേരിൽ വരുന്ന നമ്മുടെ അക്ഷരങ്ങൾ അത് സ്ഫുടം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം അതൊരു മന്ത്രമാണ്. നാമശാസ്ത്രം മന്ത്രമാണ്. അപ്പോൾ നമുക്ക് ഏതൊന്നിനെയും പല പ്രാവശ്യം ഉരുവിടുന്നതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്ന നാമശാസ്ത്രത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രേഖാശാസ്ത്രം ഞാൻ നോക്കുന്നുണ്ട്. രേഖാശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൈരേഖയിൽ സർവ്വതും എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് ഫലമുണ്ട്, ശരീരഘടന അനുസരിച്ച് ഫലമുണ്ട്. അപ്പോൾ ഈ ശരീരശാസ്ത്രം, മനഃശാസ്ത്രം, രേഖാശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 14 വിധത്തിലുള്ള ശാസ്ത്രങ്ങളെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നവരുടെ ഫലം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിശ്വാസവും പൂർണ്ണമായിട്ട് വരുന്നത്. കാര്യം ഈ രേഖാശാസ്ത്രം നക്ഷത്രഫലം ഒന്ന് തന്നെയാണെങ്കിൽ പോലും പക്ഷേ നമുക്കൊരു ഷാർപ്പായിട്ട് പറയാൻ പറ്റുന്നത്, വ്യക്തമായി പറയാൻ പറ്റുന്നൊരു ഭാഗമാണ് രേഖാശാസ്ത്രവും നാമശാസ്ത്രവും. അതുപോലെ സംഖ്യാശാസ്ത്രം വളരെ ഇതാണ് എങ്കിൽ പോലും നാമശാസ്ത്രം വളരെ പ്രധാനമാണ്, നക്ഷത്രത്തെക്കാൾ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 14 ശാസ്ത്രങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ടിട്ടാണ് നമുക്ക് ഫലങ്ങൾ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ബ്ലഡ് ഓരോരുത്തരുടെ ഗ്രൂപ്പ് അനുസരിച്ച് അവർക്കൊരു ക്യാരക്ടർ, ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നവർക്ക് ഫലം പറയുന്നത്. അപ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. കാരണം ഇപ്പോൾ അവർ കാണാത്ത, ഞാൻ കാണാത്ത, അല്ലെങ്കിൽ ഒരു വീട്, ഇന്ന വീട്, ഇത്രാമത്തെ വീട്, ഇന്ന മുറി കിടക്കുന്ന പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു വിശ്വാസം വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ഫലങ്ങൾ പറയുമ്പോൾ പൂർണ്ണമായിട്ട് അവർക്കത് ഒരു ഉൾക്കൊള്ളും, വിശ്വസിക്കും അവർ. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ രേഖയിൽ നമുക്ക് കാണുമ്പോൾ അറിയാം മക്കൾ എത്രയുണ്ട്, എത്ര പേര് ജനിച്ചു, എപ്പോൾ ജനിക്കും, രേഖയിൽ നോക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഒരു വീടിൻ്റെ ഭാഗം വരുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എത്രാമത്തെ വീട്, 4ാമത്താണോ 2ാമത്താണോ, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ വീടാണോ, അല്ലെങ്കിൽ 5ാമത്തെ വീടാണോ, അത് രേഖയിൽ മാറ്റങ്ങൾ വരും. അത് നമുക്ക് കാണാം. 40 ദിവസത്തിന് മുമ്പുള്ള ഫലവും 40 ദിവസത്തിന് ശേഷമുള്ള ഫലവും വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ജ്യോതിഷം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് താങ്കളെ സമീപിക്കേണ്ടത്? 12 രാശികൾക്ക് വേണ്ടി 108 വർഷം ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവർ കണക്കൂടുന്നതാണ്. അതിന് ആ 108 കവടിയും ഈ പറയുന്ന 12 കവടികളും രാശി കവടികളും അതിൻ്റെ മറ്റ് ഇതും വെച്ചും കൊണ്ടാണ് നമ്മൾ കവടിയെ പറയുന്നത്. അപ്പോൾ അത് ശീലിച്ചവർക്ക് അതേ ചെയ്യാൻ പറ്റൂ. പിന്നെ ഞാൻ അതിന് ഉപയോഗിക്കുന്ന സംഖ്യാശാസ്ത്രമാണ്. കാര്യം ഈ 12 രാശി ഞാൻ ഉപയോഗിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. അത് ആ നമ്പർ, എത്ര നമ്പർ വരുന്നു, ഇപ്പോൾ ആരെങ്കിലും എവിടെയും നിന്നൊരു പ്രശ്നത്തിൽ പെട്ടു, അല്ലെങ്കിൽ അവർ വിളിക്കും, ഞാൻ പറയൊരു നമ്പർ പറയാം. ആ നമ്പർ, ഞാൻ കൊടുക്കുന്ന നമ്പർ അവർ പറയുന്ന നമ്പറിൻ്റെ ഒരു ഫലമുണ്ട്. ആ ഫലം അനുസരിച്ചിട്ടാണ് ഞാൻ അവർക്ക് ഫലം പറയുന്നത്. അപ്പോൾ അതിന് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അത് ആർക്കും വിളിക്കാം, പ്രേക്ഷകർക്കും വിളിക്കാം. ആർക്ക് വിളിച്ചിരുന്ന എൻ്റെ നമ്പറുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫലം അപ്പോഴും കിട്ടും. നിങ്ങളൊരു പ്രതിസന്ധിയിലാണ്, അപ്പോഴും നമ്പർ പറഞ്ഞ് നമുക്കറിയാം അത് ഇത്രണ്ട് കഠിനമാണ് പ്രതിസന്ധി എന്ന് അറിയാൻ പറ്റും. അപ്പോഴും ഞാൻ പറയും അത് ഇന്നാണൊക്കെ ചെയ്യുക, അത് മാറും. അങ്ങനെ ഒരുപാട് ഫലങ്ങൾ വരാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ സൈക്കോളജിക്കലായി പറയാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അതായത് ചോദ്യങ്ങൾക്കും അനുമാനങ്ങൾക്കുമുള്ള ഉത്തരം വ്യക്തിയുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? നമ്മളതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ജ്യോതിഷം പറയാൻ പറ്റൂ. അപ്പോൾ ജ്യോതിഷശാസ്ത്രം മാത്രമല്ല, ജ്യോതിഷശാസ്ത്രവും മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും ലൈംഗികശാസ്ത്രം ഇങ്ങനെയുള്ള പല ശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഈ ഏതൊക്കെയാണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ കൂടെ, ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുകയോ ഇല്ലയോ, കുട്ടി ഉണ്ടാവുമില്ല, അത് വേറെ രീതിയാണ്, അതിന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വരണ്ട, അവരൊരാൾ പേര് പറയുമ്പോൾ ഞാൻ പറയുന്നത് മൂത്തതാണോ ഇളയതാണോ, അല്ലെങ്കിൽ അവരുടെ ശരീരം ഇങ്ങനെ ഇരിക്കും, ഇന്നതാണ് അവരുടെ ശരീരഘടന, അവർ ഇന്ന ജോലി ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. പേരിൽ കൂടെ ഉണ്ട്, അവർ ജോലിയുണ്ട്, ശരീര ഘടനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു ശാസ്ത്രം നമുക്കാണ്. പക്ഷേ നമ്മൾ പഠിക്കണം, നമ്മൾ ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ സ്ത്രീകളെ 9ആയിട്ടും പുരുഷന്മാർ 4ആയിട്ടും ഘടകം തിരിച്ചിട്ടുണ്ട്, ഘടനകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ഇവരിതാണ് ആഗ്രഹിക്കുന്നത്, ഇതാണ് ഇവരുടെ ചിന്താരീതികൾ, ഇവരുടെ ജീവിത രീതി ഇതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ, ജ്യോതിഷത്തിൽ പറയുന്ന പ്രധാന ഘടകം ഇതാണ്, ഒരാൾ എൻ്റെ മുന്നിൽ ജ്യോതിഷം നോക്കാൻ വരുന്നു,
വരുമ്പോൾ നമ്മൾ ഒന്നും ജ്യോതിഷം പറയണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ വരുന്ന ആളാരാണെന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ജ്യോതിഷം കൊണ്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അവർ വരുന്ന നമ്മൾ പരിഹസിക്കാനാണോ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കാനാണോ അറിയാൻ അതെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ ചെറിയൊരു കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരൊക്കെ ജ്യോതിഷം പറയാൻ പറ്റത്തില്ല. അത് പഠിച്ചിരിക്കണം. ജ്യോതിഷിയാണോ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം ആ വ്യക്തി. അതിൽ സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ ഘടന, അവർ നടന്നു വരുന്ന രീതി, ഇതൊക്കെ ഫലിച്ച് പോലെ നിമിത്തശാസ്ത്രങ്ങൾ ഇതെല്ലാം ഉണ്ട്.